ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ TP ആണ്. ഇന്ന് പറയാൻ പോകുന്ന ഒരു ബിസിനസ് ആശയം, നിങ്ങളൊരു സംരംഭകനാകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം സംരംഭകൻ എപ്പോഴും ഇന്നോവേഷൻ എന്നുള്ളൊരു സ്റ്റെപ്പും കൂടെ ചിന്തിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. മാർക്കറ്റിംഗ് എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ നമ്മളൊന്ന് റീവാമ്പ് അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെയാണ് ഇന്ന് ചെയ്യുന്ന ബിസിനസ് ഐഡിയ. അപ്പോൾ ഇന്ന് ബിസിനസ് ഐഡിയ പറയുന്നതിന് മുമ്പ് ഒരു ഫ്രീ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. അപ്പം ഈ ഒരു ബിസിനസ് നമ്മുടെ ഒരു ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളല്ലെങ്കിൽ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഹോൾസെയിൽ മാനുഫാക്ചേഴ്സോ അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് സെല് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ മെച്ചപ്പെടുത്താം, നിങ്ങളുടെ ബിസിനസ് എത്ര എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഒരു ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റോറി ലാബ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി കൊളാബറേറ്റ് ചെയ്യുന്നതാണ്. ഒരു ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യം 25 ആൾക്കാർക്ക് മാത്രമേ സീറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാനൊരു ഫോം ലിങ്കിൽ വെക്കും. ആ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ബിസിനസ് ഐഡിയയിലേക്ക് വരികയാണ്. മാർക്കറ്റിൽ ഒരുപാട് ടീ പൗഡറുകൾ അവൈലബിൾ ആണ് അല്ലേ. ടീ പൗഡേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ചില ബിസിനസ്മാൻ ആൾക്കാർ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ടൈപ്പ് ടീയുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്തിട്ട് നമ്മൾ സെല് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇവിടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു എൻ്റർപ്രണർഷിപ്പ് മെത്തേഡാണ്. നമുക്കറിയാം കസ്റ്റമർ നമ്മൾക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് പലതരത്തിലുള്ള ടീകൾ, നമുക്കറിയാം കേരളീയരുടെ ടീസ് അല്ലെങ്കിൽ ചായ കാപ്പിയൊക്കെ ഭയങ്കര നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാ ദിവസവും ഒരേ ടൈപ്പ് ചായ കുടിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് മടുക്കും അല്ലേ. അപ്പോൾ അവർക്ക് റിഫ്രഷ്മെൻ്റ് ആവാനും അല്ലെങ്കിൽ അതിഥികൾ വന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഒരു എക്സ്ട്രാ മാറ്റിപ്പിടിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടീ ബാഗ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ടീ ബോക്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ട് തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്ന് കോർപ്പറേറ്റ് ഗിഫ്റ്റ് പോലെ, ഒരു പ്രസൻറ്റ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമായിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിനകത്തേക്ക് ഒരു കിറ്റായിട്ട് ഈ ഒരു സംഭവം കൊടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തരത്തിലുള്ള ടീകൾ നമുക്കറിയാം പല ആൾക്കാർ കഴിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ നീലഗിരി ടീ. നമുക്കറിയാം മൂന്നാറിലുള്ള ടൈപ്പിലുള്ള ടീയുടെ ടേസ്റ്റ് വ്യത്യാസമാണ് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഹൈദരാബാദി ടീ, അതായത് അതിനെന്താ പറയുക, ഹൈദരാബാദ് ലൈക്ക് ആൾക്കാർക്ക് പോയി കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന ടീ വ്യത്യാസമാണ്. അസം ടീ എന്ന് പറഞ്ഞൊരു ടീ ഉണ്ട്. അതുകൂടാതെ തന്നെ ഗ്രീൻ ടീ ഉണ്ട് അല്ലേ, മസാല ടീ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാശ്മീരി ടീ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ടീ ടൈപ്പിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ടേസ്റ്റ് വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ശേഖരിച്ച ശേഷം നമ്മളൊരു ചെറിയ ബോക്സിലാക്കി ചെറിയൊരു പാക്കറ്റിലാക്കിയിട്ട് ഒരു 5-6 സെർവിങ്സിന് വേണ്ടി മാത്രം, 5-6 കപ്പുകൾക്ക് വേണ്ടി മാത്രം ഇതിൽ ഒരു 10 അല്ലെങ്കിൽ 6 ഒരു റോയിൽ ആ ഒരു 3 വരുന്ന രീതിയിൽ ലൈക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വളരെ നല്ല പ്രീമിയം പാക്കേജിംഗ് ആണ് ഇതിന് നമുക്ക് വേണ്ടത്. കാരണം ഈ ടീ പൗഡറിനെക്കാട്ടും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നേണ്ടത് ഈ പാക്കേജിങ്ങിനാണ്. കാരണം ഈ പാക്കേജിങ് കാണുമ്പോഴാണ് ആൾക്കാർ അതൊരു പ്രീമിയം പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നല്ല രീതിയിൽ ഇത് എനിക്ക് ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ വളരെ പേപ്പർ ബോട്ടിലിന് തന്നെ വളരെ പ്രീമിയം ടൈപ്പിലുള്ള ബോക്സുകളാക്കുക. എന്നിട്ട് അതിന് നല്ല കവർ ചെയ്യുക. അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ബോക്സ് ഉണ്ടാക്കുക. നിങ്ങൾ ചോക്ലേറ്റൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ കാഡ്ബറി ഒക്കെ വാങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു പ്രീമിയം നല്ല കോസ്റ്റുള്ള ചോക്ലേറ്റുകൾക്ക് അവർ ചെയ്യുന്ന ഒരു ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ബോക്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ എമൗണ്ട് പേ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ടീ പൗഡർ എന്ത് ചെയ്യാം, അത്രയും നല്ല ബോക്സുകളാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത്തരത്തിൽ വീണ്ടും ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്ലേവർ ടീ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാം. റോസ്, സാഫ്രോൺ, ജിഞ്ചർ, ഹൈബിസ്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള ടീസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളുടെ ബേസ് ചെയ്ത് കാശ്മീർ, അസം, നീലഗിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 തരത്തിൽ നമുക്ക് ഒരു ബോക്സിനെ നമുക്ക് മാറ്റി എഴുതി വളരെ പ്രീമിയം പാക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് യുവാക്കൾക്കും അല്ലെങ്കിൽ ഈ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് ചെയ്യണം, നല്ല മാർക്കറ്റ് ഡിമാൻഡ് ഉള്ള അല്ലെങ്കിൽ നല്ല മാർജിൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ആശയമാണ് ഈ ഒരു ടീ ബോക്സ്. ഓക്കെ, നമുക്ക് നമ്മുടെ ബ്രാൻഡിൽ തുടങ്ങാൻ പറ്റുന്നുള്ളതും വേറൊരു ഇതാണ്. ഇതിനുശേഷം ഇത് നമുക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് ഓരോ ടീകളുടെയും നമ്മുടെ ഫിൽറ്റർ പാക്കുകളിലാക്കി, അതായത് നമ്മുടെ ഡിപ്പ് പാക്കുകളിലാക്കിയിട്ട് സെപ്പറേറ്റ് ബോക്സുകളാക്കിയിട്ട് ഒരു 10-15 സെർവിങ്സ് ചെയ്യുന്ന രീതിയിലുള്ള ബോക്സുകളാക്കിയിട്ട് റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് നമുക്ക് വീണ്ടും കൊടുക്കാം. അതിൻ്റെ നെക്സ്റ്റ് ലെവൽ വരുന്നതാണ്. പക്ഷേ ഇതാണ് നമ്മുടെ കോർ കോൺസെപ്റ്റ്. ഹോൾസെയിലായിട്ട് നമ്മൾ വാങ്ങുന്നു, നമ്മൾ ജസ്റ്റ് അതിനെ റീപാക്ക് ചെയ്ത് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ നല്ല രീതിയിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ഒരു ഇതാക്കിയിട്ട് ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷോപ്പുകളിലേക്കല്ല, ഡയറക്റ്റ് കസ്റ്റമറിലേക്ക്.
ഓക്കെ, അപ്പം ഇതിന് ഓൾ ടുഗെദർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 450-500 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഈ സാധനത്തിന് നമുക്ക് MRP പ്രൈസ് ഇട്ട് സെല്ല് ചെയ്യാൻ പറ്റും. ഇനി ഇത് എങ്ങനെ സെല്ല് ചെയ്യണം? നമുക്കറിയാം, ഷോപ്പിംഗ് മാളുകളിൽ നമുക്ക് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കോർപ്പറേറ്റ് കമ്പനികളായിട്ട് ടൈപ്പ് ശേഷം ഗിഫ്റ്റ് പാക്കുകൾ പോലെ ആക്കിയിട്ട് നമുക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ഓൺ വെബ്സൈറ്റുകളും കാര്യങ്ങളും ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഫേസ്ബുക്ക് ത്രൂ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് സെല്ല് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസുകളും ഇതിന് നമുക്ക് ആൾക്കാരിൽ ഇത് എത്തിക്കാനുള്ള ഓപ്ഷനുകൾ ഉണ്ട്. അപ്പം ഇത് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കേണ്ട നെക്സ്റ്റ് പ്രോസസ്സാണ് ഇതിൻ്റെ പാക്കേജിങ്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് ഏറ്റവും കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആക്കി കഴിഞ്ഞാൽ അത്രയും കൂടെ നല്ലതാണ്. അപ്പോൾ നമുക്ക് പേപ്പർ പാക്കേജിങ് തന്നെ ഡിഫൈൻ ചെയ്യാം. പേപ്പർ പാക്കേജിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ബോക്സുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പാക്കേജിന് മിനിമം ഒരു 2 രൂപ റേഞ്ചിൽ വരും. അപ്പോൾ നമുക്ക് 10 ഇതാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു 10 × 2 20 രൂപ ആ ഒരൊറ്റ ഇതിന് വരും. പ്ലസ് ഒരു വലിയ ബോക്സ് നമ്മുടെ വിത്ത് പ്രിൻ്റ് അടക്കമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ കോസ്റ്റ് 15 rupees. സോ 25 to 30 rupees എന്ത് ചെയ്യാം, നമ്മുടെ പാക്കേജിങ്ങിന് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, അത്രയും കോസ്റ്റ് നമുക്ക് അത്രയും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നല്ല ഹൈ ആയത് കാരണം നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു പാക്കേജ് നമ്മൾ തീർച്ചയായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുമാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഐഡിയയിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഒരു കിട്ടിയ സാധനത്തിൻ്റെ വളരെ നല്ല രീതിയിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഐഡിയ വളരെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.